റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം 3 വിഭാഗമായിട്ടാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്തകൾ സ്വപ്നം എന്ന് പറയുന്നത്. മറ്റൊന്ന് ശൈത്താനിൽ നിന്നുള്ള ഭീഷണിയാണ്, പിശാചിൽ നിന്നുള്ള ഭീഷണിയാണ്. മൂന്നാമത്തെ എന്താണല്ലോ മനുഷ്യന്മാരുടെ മനസ്സിലുള്ള ആ ചിന്തക്കനുസരിച്ച് അതിന്റെ ഒരു റിഫ്ലാക്ഷൻ ആയിട്ട്, ഒരു പ്രതിഫലനായിട്ട് ഇങ്ങനെ മനുഷ്യൻ തോന്നിപ്പിക്കും. അത് ചിന്തിച്ചു കണ്ട് കിടന്നാൽ, ആലോചിച്ചുകൊണ്ട് കിടന്നാൽ ഇതൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്വപ്നം കാണുമ്പോൾ അതിന് ചില മര്യാദകളുണ്ട്. നല്ല സ്വപ്നം കണ്ട ആദ്യമായിട്ട് എന്താ വേണ്ടത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹുവിനെ സ്തുതിക്കണം. ഇഷ്ടപ്പെട്ടവർ മാത്രം പറയാം. ആരാ ഇഷ്ടപ്പെട്ടവർ? എല്ലാവരോടും പറയാൻ പാടില്ല അല്ലേ? ഇവിടെ പറയുന്നുണ്ട് തന്റെ സഹോദരന്മാരോട് പോലും പറയുന്നതാണ്. അത് ഒരേ സഹോദരന്മാരാണെങ്കിലും അല്ലോത്താരമാണെങ്കിലും അവരോടൊന്നും പറയാൻ പാടില്ല. ഉമ്മാനോടും പാപ്പാനോടും എത്ര ശകാരിക്കുന്നതും എത്ര വെറുപ്പുള്ള മാതാപിതാക്കളാണെങ്കിലും ഓരോട് പറയാം. കാരണം ഒരു പിതാവിനും മാതാവിനും ഒരു മകനോടും ഒരു അസൂയും കുഷ്മവും പോലും മനസ്സിലുണ്ടാവില്ല. ദുനിയാവിൽ അള്ളാഹിനെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. എത്ര മോശപ്പെട്ട മാതാവും പിതാവും ആണെങ്കിലും മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്നത് അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും, അറിയാതെ പ്രാർത്ഥിക്കും. ദേഷ്യം പിടിച്ചാൽ ചിലപ്പോൾ ഇല്ലാത്ത ആളുകൾ പ്രാർത്ഥിക്കും. പക്ഷേ അല്ലെങ്കിൽ എന്താണ്, ഏത് മാതാപിതാക്കളും എത്ര ക്രൂരത കാണിക്കുന്ന മക്കളാണെങ്കിലും നിങ്ങൾ ഈ പലപ്പോഴും വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ടാവും. വൃദ്ധസദനത്തിൽ കൊണ്ടുപോയ ആക്കിയ മാതാപിതാക്കളോട് അവരുടെ മക്കൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറഞ്ഞാൽ അത് വേണ്ട എന്ന് പറയും. അവിടുന്ന് ആട്ടി ഓടിച്ച മരുമക്കളുണ്ടാവും. അവരുടെ വീട്ടിലുള്ള മറ്റു മക്കളും പെൺമക്കളും ആൺമക്കളും ഒരുമിച്ച് ആട്ടി പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും അവർക്കെതിരെ കേസെടുക്കാന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറയും. ഒരു ജയിലിലാക്കിട്ട് വേണ്ടെന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഏത് വിഭാഗം മനുഷ്യന്മാരാണെങ്കിലും അവിടെ മനസ്സിലാക്കാരണത്തിൻ്റെ ഇത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യൂസഫ് നബി അലൈഹി സ്വലാം ഉപ്പാൻ്റെ അടുത്ത് കൂടാൻ കാരണം ഉപ്പാട് പറയാൻ പറയില്ല. അപ്പോൾ സ്വപ്നം കണ്ടാൽ അള്ളാഹിനെ സ്തുതിക്കണം. ഇഷ്ടപ്പെട്ടവരോട് മാത്രമേ പറയാൻ പാടുള്ളൂ. നല്ല സ്വപ്നം കണ്ടാൽ അത് ഇഷ്ടപ്പെട്ടവരോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളത് കൽപ്പനയാണ്. ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. ഇനി അതൊരു സന്തോഷ വാർത്തയാണെന്ന് ഇത് നമ്മൾ സമാധാനിക്കാം. എന്നാൽ അങ്ങനെയുള്ള സന്തോഷ വാർത്ത കണ്ടാൽ തന്നെ അഹങ്കാരം അതുപോലെ തന്നെ അമിതമായ സന്തോഷം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നല്ല സ്വപ്നങ്ങൾ കാണുമ്പോൾ. ഇനി മോശം സ്വപ്നം കണ്ടാലോ അത് ശൈത്താനാണ് കാണിച്ചത്, ശൈത്താനിൽ നിന്നുള്ളതാണ് എന്ന് കരുതിയിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാം. 3 പ്രാവശ്യം പറയാം. ആ സ്വപ്നം ആരോടും പറയരുത്. അത് ആരോടും പറയരുത്, ഇവരോട് പോലും അത് പറയരുത്. മോശപ്പെട്ട സ്വപ്നം കണ്ടാൽ പിന്നെ ഇടത്തേക്ക് ഒരു 3 പ്രാവശ്യം ഇങ്ങനെ തുപ്പുക. എങ്ങനെ ഈ തുപ്പലം സ്പാർക്ക് ഇങ്ങനെ സ്പ്രേഡിക്കൂലേ, അതേപോലെ പല കാക്കി തുപ്പില്ല. അങ്ങനെ 3 പ്രാവശ്യം തുപ്പുക. ആ സ്വപ്നം ആരോടും പറയരുത്. പിന്നെ വശം മാറി കിടക്കുക, ഒന്നപ്പുറത്തേക്ക് തിരിഞ്ഞു കിടക്കുക. ഇതൊക്കെ പിന്നെ നമുക്ക് വിശ്വാസമുള്ളവർക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ വലിയ അടുപ്പം തോന്നുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം പറഞ്ഞാൽ മതി. പഠിച്ചവരെ പേടിയുള്ള അങ്ങനെ ആരും പറയാത്ത അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ അസൂയ തോന്നാത്ത അങ്ങനെ നീ പറഞ്ഞാൽ പറയാതിരിക്കലാണ് നല്ലത്. കാരണം അനാവശ്യമായി പറഞ്ഞാൽ ഒരു പ്രത്യേകം ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കും. നമ്മൾ വലിയൊരു കാർ മേടിച്ചു, ഒരു വീട് ഭയങ്കര വീടുണ്ടായി പറഞ്ഞാൽ മറ്റൊരു ടെൻഷനാകാരം. ഇപ്പോൾ ഉണ്ടാവുമോ എന്താ പിന്നെ ഒരു സ്വപ്നം ചിലപ്പോൾ നല്ലതാണെങ്കിലോ എന്നൊക്കെ പൈശാചികത ഉണ്ടാകും. അപ്പോൾ ഇതിൽ നമുക്കുള്ള പാടെന്ന് പറഞ്ഞാൽ ഇതൊരു പരീക്ഷണമാണ് സ്വപ്നം എന്നുള്ളത്. അത് മനുഷ്യന്മാരെ അള്ളാഹുവിലേക്ക് എടുക്കാൻ കാരണമാകും. അവനെ സംബന്ധിച്ചിടത്തോളം ആ സ്വപ്നത്തിൽ സന്തോഷിക്കുകയും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കിൽ അതിന് നന്ദി പറയുകയും പിശാചിൽ നിന്നുള്ളതാണെങ്കിൽ അള്ളാഹുവിനോട് രക്ഷ തരുകയും ചെയ്താൽ പിന്നെ അതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തു 2 റക്അത്ത് നിസ്കരിക്കുകയോ ചെയ്യാം, ഒന്നുകൊടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുകയോ ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഒരു ബാധിക്കില്ല എന്നാണ്. പിന്നെ മനുഷ്യന്മാർ ഇങ്ങനെ പറയും, ഞാൻ ആ സ്വപ്നം കണ്ടത് ഇപ്പോഴും മനസ്സിൽ പോയി കേട്ടോ, പിന്നെ അത് നടക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ ഒരിക്കലും അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല എന്നാണ് സത്യം മാത്രം പറയാൻ വേണ്ടി ചൂണ്ടിയേൽപ്പിക്കുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.